ഒരു പങ്കും വഹിച്ചല്ല, ചുമ്മാ ഇരിക്കും പയ്യ അവിടെ. വക്കീല് പോയോ? അതെന്താണ്? ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച നിയമസഭയിൽ നടക്കുകയാണ്. ഇന്ന് അവസാനമായിട്ട് നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് ഉടുമ്പൻചോല MLA മുൻ മന്ത്രിയും CPM-ന്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള M. M. മണിയായിരുന്നു. മണിയാശൻ തകർത്തു, കിടുക്കി എന്ന് തന്നെ പറയാം. ഗവർണർക്ക് മാത്രമല്ല, ഇടയ്ക്ക് ഇടപെടാൻ ശ്രമിച്ച പ്രതിപക്ഷത്തെ MLA-മാർക്ക് വരെ കൃത്യമായിട്ട് ആശാൻ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ആശാൻ കൃത്യമായിട്ട് ചോദിക്കുന്നുമുണ്ട് പ്രതിപക്ഷത്തോട്, വക്കീല് പോയോ എന്ന്. വക്കീലെന്ന് പറഞ്ഞാൽ ആരാ? കുഴനാടൻ പോയോ എന്ന്. കൃത്യമായിട്ട് ആശാൻ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കാതെ അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ട്. പറഞ്ഞത് പലർക്കും, പല കോൺഗ്രസ്സുകാർക്കും നല്ല ഒന്നാന്തരമായിട്ട് കൊള്ളുന്നുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായ കാര്യം. ആശാൻ തകർക്കുകയായിരുന്നു. കേരള ഗവർണർ കേരള ജനതയോട് ഏറ്റവും വലിയ അപമാനമാണ് അദ്ദേഹം ചെയ്തതെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അദ്ദേഹം ഒരു മിനിറ്റ് തികച്ച് പ്രസംഗിക്കാതെ വഴിപാട് കഴിക്കുന്ന പോലെ കഴിച്ചു. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ RSS ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് അദ്ദേഹത്തിന് ഗവർണർ പദവി കിട്ടണമെങ്കിൽ അത് വീണ്ടും തുടർന്നു പോകാനുള്ള പണിയെത്തിയാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ഗവർണർ എന്ത് തരത്തിലുള്ള ആളാണെന്ന് അദ്ദേഹത്തെ ഗവർണറാക്കി വെച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. നരേന്ദ്രമോദി ഭരിക്കുന്നിടത്ത് ആരിഫ് മുഹമ്മദ് ഖാനെ ഇങ്ങനെ വെച്ചു. അദ്ദേഹത്തിന് വേണ്ടി ഗവർണർ ഇവിടെ വിടുപണി ചെയ്യുകയാണെന്നാണ് എൻ്റെ വിലയിരുത്തലതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് കേരള ജനതയോട് വഞ്ചനയാണ് കാണിച്ചത്. അദ്ദേഹത്തിൻ്റെ ജോലി, അദ്ദേഹത്തിൻ്റെതായ ധർമ്മം നിറവേറ്റേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അത് ചെയ്തില്ല എന്ന വിമർശനമാണ് അക്കാര്യത്തിൽ എനിക്ക് ഈ അവസരത്തിലുള്ളതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഗവർണറെ നിയോഗിക്കുന്ന നമ്മളല്ലല്ലോ, അത് നിങ്ങളായിരുന്നല്ലോ പണ്ട് നിയോഗിച്ച് ഈ സൈസ് മാമാപ്പണി ഗവർണർമാരെ കൊണ്ട് പണ്ട് ജയിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളാണ്. അന്നേരവും ഞങ്ങളതിനെ എതിർത്തിട്ടുള്ളവരാ. എന്താ കുഴപ്പം? പോയിന്റ് ഓഫ് ഓർഡർ. ആരാ? ഒരാൾ അനുവദിക്കും, ഒരാൾ പറയൂ. ആരാ? ചട്ടം പറയൂ. ഇരിക്കോ? ചട്ടം പറയൂ. സാറ് നിയമസഭയിൽ പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഇവിടെ പറഞ്ഞത്. സാർ, ഇത് നിയമസഭ രേഖയിൽ പാടില്ല. മാമാപ്പണി എന്ന് പറഞ്ഞ് വളരെ മ്ലേച്ഛമായ രീതിയിൽ ഈ സഭയ്ക്ക് പോലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകളാണ് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത്. സഭാരേഖകൾ പരിശോധിച്ച് ആവശ്യമായ നടപടി പാടില്ല. ഒരു സീനിയറായ അപ്പൊ നമുക്ക് നടത്താം. അപ്പോ അല്ല, ഈ മാമ എന്ന് പറയുന്ന അത്ര വലിയ അബദ്ധമാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാനതങ്ങ് പിൻവലിച്ചേക്കാം. ബാക്കി ഗവർണർമാരെ ഉപയോഗിച്ച് എന്തെല്ലാം ജനാധിപത്യ വിരുദ്ധ പണി ഇന്ത്യയിൽ കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് 78 വർഷം ഇവിടെ ചെയ്ത വിദ്വാൻമാരാണ് നിങ്ങളെന്ന കാര്യം മറക്കണ്ട. ഈ കേരളത്തിലെ ഗവർണറെ, കേരളത്തിലെ LDF ഗവൺമെന്റിനെ, EMSന്റെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ട ചരിത്രമടക്കം എത്ര കോൺഗ്രസിലെ ഗവൺമെന്റുകളെ പിരിച്ചുവിടാൻ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ഗവർണർമാരെ ഉപയോഗിച്ച് എല്ലാ വൃത്തികേടും ജനാധിപത്യ വിരുദ്ധ പണി കാണിച്ചവരാണ് കോൺഗ്രസ് ഗവൺമെന്റുകൾ, കോൺഗ്രസ് ഭരണാധികാരികൾ. അവരിപ്പോ ഇവിടെ വലിയ ജനാധിപത്യത്തെ പറ്റി വലിയ ഗീർവാണം കത്തിക്കുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു നാണം കേടാ തോന്നുന്നത്. അപമാനം. ഈ സഭയിൽ അംഗമായിരിക്കുന്ന എനിക്ക് അപമാനം തോന്നുന്നതാണ്. എന്തെല്ലാമാണ്. അതുകൊണ്ട് ഇയാൾ അവിടെ കിടന്ന പടയ്ക്കാതെ എനിക്ക് ബഹുമാനപ്പെട്ട സ്പീക്കറെ അവിടെ ഇവിടെ ഇരിക്കാൻ പറയാം. ഞാൻ വഴങ്ങുന്നൊന്നുമില്ല. അതുകൊണ്ട് ഗവർണർ അദ്ദേഹത്തിന്റെ വർഗ സ്വഭാവം കാണിച്ചു. അദ്ദേഹത്തെ ഗവർണറായി വെച്ചിരിക്കുന്നത് തന്നെ
BJP നയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റാണ്. അപ്പം അദ്ദേഹത്തിന്റെ പേരും കൂടെ നോക്കുമ്പം അയ്യോ അദ്ദേഹത്തിന്റെ ചെയ്തി എന്താണെന്ന് കഴിഞ്ഞ കാല ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഗവർണറെ പറ്റി ഈ നില അദ്ദേഹം പ്രവർത്തിച്ചതിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം അദ്ദേഹത്തിന്റെ ചരിത്രം അതാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇന്ത്യയില് ഞാൻ പറയാവുന്ന നിങ്ങൾ ഇതല്ലേ ചെയ്തത്, ഞങ്ങളാണ് ചെയ്തത്. നിങ്ങൾ ഇത് തന്നെയാണ് 78 വർഷക്കാലം ചെയ്തു. അതിൽ 60 വർഷം ഇന്ത്യ ഭരിച്ച നിങ്ങള് ഗവർണർമാരെ ഉപയോഗിച്ച് സഹല വൃത്തികേടും ചെയ്തവരാ. എന്നിട്ട് ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ വലിയ ഗിരിപ്രഭാഷണം നടത്തുമ്പോ എനിക്ക് ഓക്കാനും മനംമറിച്ചിലും വരിക. തമാശല്ല, ഇതിപ്പോ നാണം കേടി എന്നാ ഉള്ളത്. അതുകൊണ്ട് അതേപ്പറ്റി ഞങ്ങളുപാട് കൂടുതൽ സംവാദം നടത്തണ്ട. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളല്ല ഗവർണർ. പക്ഷേ അദ്ദേഹത്തെ ഗവർണറായി ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ആ മര്യാദ ഞങ്ങൾ കാണിച്ചു. പക്ഷെ അദ്ദേഹം മര്യാദകേട് കാണിച്ചു ഇവിടെ വന്നെന്നാണ് എന്റെ വിലയിരുത്തലതാണ്. അല്ല, മാന്യമായി പ്രസംഗിക്കേണ്ട അദ്ദേഹം. അതിന് പകരം ഒരു മിനിറ്റ് തികച്ചെടുത്തില്ല. പത്രക്കാരൊക്കെ എഴുതി. എന്ത് നാണം കേടാ. ചുമ്മാതല്ല അദ്ദേഹം ഇവിടെ ഗവർണറായിരിക്കുന്നത്. മനസ്സിലായ? രാജഭവനെ തീറ്റിപ്പോറ്റുക, അതിന് വേണ്ടുന്ന പണമെല്ലാം മുടക്കുക, ഈ ഖജനാവല്ല ഇതെല്ലാം വഹിക്കുന്നേ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചുമ്മാതാ, ഞാനിരിക്കുന്ന ചുമ്മാതാണോ? അയ്യോ, TAയും ശമ്പളവും മേടിച്ചോണ്ടാ. മൂത്രമൊഴിക്കാൻ പോകുന്നതിന് പോലും സമയമുണ്ട്, ശമ്പളമുണ്ട്, ഒരു അംശമുണ്ട് അതിന്റെ. അതുകൊണ്ട് കൂടുതൽ വർത്താനം അതേപ്പറ്റി ഒന്നും എന്നോട് പറയണ്ട. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഗവർണർ ചെയ്തതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അദ്ദേഹം കേരള ജനതയോട് കാണിച്ചത് വഞ്ചനയും തട്ടിപ്പുമാണെന്നാണ് എന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് അടുത്ത പോയിന്റ്, ഇവിടെ ഇന്ത്യ രാജ്യത്ത് നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലോകത്ത് ഇന്ത്യയിൽ നിരവധി മാറ്റം. ആ മാറ്റം കഴിഞ്ഞ 78 വർഷമായി ഈ രാജ്യത്തെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിലും എത്രയോ, ഞാൻ ഒരു കാര്യം പറയാം, ഈ കേരളം കൈവരിച്ച നേട്ടം ഇന്ത്യയിൽ ഏതേലും സംസ്ഥാനത്ത്, നെഹ്റുവിന്റെ നാടടക്കം, ഗാന്ധിജിയുടെ നാടടക്കം ഏതേലും സംസ്ഥാനത്ത് ഈ കേരളം കൈവരിച്ച നേട്ടം കൈവരിച്ചു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയോ? ഭൂമിക്ക് പരിധി നിശ്ചയിച്ചോ? കർഷക തൊഴിലാളി നിയമം കൊണ്ടുവന്നോ? മിച്ചഭൂമി കുടികിടപ്പുകാരന് അവകാശം കൊടുത്തോ? എന്ത് നിങ്ങൾ ചെയ്തു? സാമൂഹിക പരിഷ്കരണം. 10,000 ഏക്കർ ഭൂമി നിങ്ങളുടെ എല്ലാം വലിയ പുള്ളികൾ ഭരിച്ചെടുത്ത് UPയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഈ കേരളം ഒഴികെ പല സംസ്ഥാനങ്ങളിലും 10,000 ഏക്കർ ഭൂമി കൈവശം വെച്ച് വലിയ തൊഴിൽ, കർഷക തൊഴിലാളിക്ക് കൂലി പോലും കൊടുക്കാതെ പണി ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഇന്ന് ഇന്ത്യയിലെ അവസ്ഥ. ഈ കേരളത്തിൽ നിയമം വന്നു, 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നു. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നു. നിസാരമാ, 1,600 രൂപ വെച്ച്. ഇവിടെ ഈ നിയമം എവിടെ ഉണ്ട്? UPയിലുണ്ടോ? നെഹ്റുവിന്റെ നാട്ടിലുണ്ടോ? ഇന്ത്യയിൽ ഏത് സംസ്ഥാനമുണ്ട്? ഈ കേരളം കൈവരിച്ച നേട്ടം ഇന്ത്യയിൽ എവിടെ കൈവരിച്ചു? അതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പങ്ക് വലിയ പങ്കാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വലിയ പങ്കാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പങ്കുണ്ട്, ഉള്ളത് പറയണമല്ലോ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പങ്കുമുണ്ട്. ഞങ്ങൾ കൊണ്ടുവന്ന നിയമമൊക്കെ തിരുത്തി ജന്മിമാരുടെ പാദസേവ ചെയ്ത ചരിത്രമാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് അതെല്ലാം പറഞ്ഞാൽ ഇവിടെ വിമോചന സമരവും വിദ്യാഭ്യാസ സമരവും മണ്ഡലം നടത്തിയതൊക്കെ ആർക്ക് വേണ്ടിയാണെന്നൊക്കെ ചരിത്ര വിദ്യാർത്ഥികളായിരുന്നേ ഞങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ രാജ്യത്തിന്റെ ഭാവി, ഞാൻ പറയാം രാജ്യത്തിന്റെ ഭാവിയെപ്പറ്റി എന്തെങ്കിലും ഉത്കണ്ഠ ഉണ്ടെങ്കിൽ ഈ ഗവൺമെന്റിനെ, കേരളത്തിലെ ഈ രാഷ്ട്രീയ സംവിധാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഗവൺമെന്റിനോട് എടുക്കുന്ന നിലപാട് ശരിയാണോ? ഒരിക്കലുമല്ല. ഇന്ത്യ രാജ്യം ഇന്ന് നേരിടുന്ന പ്രതിസന്ധി, ആ പ്രതിസന്ധിയിൽ ഇടതുപക്ഷത്തിനൊരു പങ്ക് വഹിക്കാനുണ്ട്. ആ ഇടതുപക്ഷം തന്നെ വഹിക്കുമെന്നല്ല ഞങ്ങൾ കാണുന്നത്. പക്ഷേ നിങ്ങളൊന്നുണ്ടല്ലോ, നിങ്ങള് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യദ്രോഹപ്പണിയാണെന്നാണ് എൻ്റെ അഭിപ്രായം.
നിങ്ങൾ രാജ്യത്തിന്റെ ഭാവിയെ പറ്റി ഇവിടെ വിമർശിച്ചല്ലോ, BJP ഭരണത്തെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം പറയാം, ഈ ഇരിക്കുന്ന ഞങ്ങളത് BJPയുടെ ആസനം താങ്ങാൻ പോവില്ല. നിങ്ങൾ പോകും, നിങ്ങളുടെ ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, രാജ്യത്ത് മുഴുവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളിവിടെ നവകേരള സദസ്സിനെ പറ്റി പറഞ്ഞു. നവകേരള സദസ്സ് മോശമാ. ഞാൻ പറയാം, കേരളത്തിലെ മന്ത്രിമാരെല്ലാം മന്ത്രിസഭ ജനങ്ങളിലേക്ക് പോയി. നിസ്സാര കാര്യമല്ല. കോടിക്കണക്കിന് ആളുകളെയാണ് സമീപിച്ചത്. അവിടെ പരാതികൾ കേട്ടു, പരിഹാരം കാണാമെന്നോ കണ്ടു. ബാക്കിക്ക് പരിഹാരം കാണാൻ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പോയതോ ട്രാൻസ്പോർട്ട് ബസ്സേല. മനസ്സിലായില്ലേ? ഞങ്ങളൊക്കെ കൊടുത്ത ഭക്ഷണം അവർ കഴിച്ചത്, മുഖ്യമന്ത്രി അടക്കം. അതിന് വലിയ മാമാങ്കം. നവകേരള സദസ്സിനെ പറ്റി നിങ്ങളിങ്ങനെ പറയുന്നേ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? ചെയ്യും. അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കണം ചെയ്യണമെങ്കിൽ. അത് ഞങ്ങൾ ചെയ്യുകയും ചെയ്യും, നടപ്പിലാക്കുകയും ചെയ്യും. അതാ. അതുകൊണ്ട് മന്ത്രിസഭ ജനങ്ങളിലേക്ക് പോയ ചരിത്രത്തിൽ ആദ്യമാണ്, കേരളത്തിന്റെ ചരിത്രത്തിൽ. ഈ കേരളം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്ത നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സംഭാവന അതിമഹത്താണ്. ആരില്ല എന്ന് പറഞ്ഞെന്നാലും അപ്പുറത്തിരിക്കുന്നവര് ചുമ്മാ കൊഞ്ഞനം കുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. ഉള്ളതുപോലെ അംഗീകരിച്ചേ പറ്റൂ. ഇത് ഇന്ന് യോജിച്ചെല്ലാരും കൂടെ പോകേണ്ട ഘട്ടമാ. വലിയ താമസമില്ല. 2024 വരിക, തെരഞ്ഞെടുപ്പാ. രാഹുൽ ഗാന്ധി നടന്നൊന്നും പറഞ്ഞിട്ട് കാര്യം നിർത്തില്ല. സംഗതി വീണ്ടും നരേന്ദ്രമോദി വന്നാൽ രാജ്യത്തിന്റെ കാര്യം വലിയ അപകടമോ? അതിനെപ്പറ്റി നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ഞാൻ പറയാം, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാ, രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് എതിരെ അത് ഒഴിവാക്കാൻ നിങ്ങളുടെ ഗവൺമെന്റിനെ പിന്താങ്ങേണ്ടി വന്നാലും ഞങ്ങൾ പിന്താങ്ങും. അതാണ് ഞങ്ങൾ പറഞ്ഞ. മനസ്സിലായില്ലേ? നേരത്തെ താങ്ങിയിട്ടുണ്ടല്ലോ, ഓർമ്മിക്കുന്നില്ലേ? അപ്പൊ ഞങ്ങൾക്ക് തരാൻ മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെന്ന് പറഞ്ഞ് അടിയന് കിട്ടിയില്ലേലും മാടോട് കടിച്ചാൽ മതി എന്നാ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ വാങ്ങിച്ചോ? ഇല്ല. ഒരു പങ്ക് പോയിട്ടല്ല, ചുമ്മാ ഇരിക്കും പയ്യ അവിടെ. വക്കീല് പോയോ? അതെന്താണ്? അതുകൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കറെ അല്പസമയം വൈകിപ്പോയി. ഇവര് യഥാർത്ഥത്തെ നീതിബോധമില്ലാതാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാ, ഞങ്ങളെ വിമർശിച്ചോ? ഇന്ത്യ രാജ്യത്തെ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നതെന്നും 2024 എന്ന് പറയുന്നത് വരാൻ പോകുകയാണെന്നും ആ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവിയിൽ വീണ്ടും നരേന്ദ്രമോദി വരാനിടയായാൽ എന്തായിരിക്കും ദുരന്തം എന്നും കണ്ടോണ്ട് ഞങ്ങളുടെ സമീപനം എടുക്കുന്നത് നല്ലതെന്നാണ് എൻ്റെ ഒരു ചെറിയ ഉപദേശം. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക.